പൊതുവേ നമ്മൾ മഞ്ഞ പുഷ്യരാഗം അല്ലെങ്കിൽ യെല്ലോ സഫയർ എന്ന് പറയുമ്പം ഒരു കടും മഞ്ഞ കളറാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഒരിക്കലും മഞ്ഞ കളർ ഉണ്ട്. ഇപ്പം മാർക്കറ്റിൽ അൺഫോർച്ചുനേറ്റ്ലി മുഴുവൻ ഡാർക്ക് കളറിലുള്ള യെല്ലോ സഫയർ ആണ് കിട്ടുന്നത് അവൈലബിൾ. അത് ബെറിലിയം എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് അതിനകത്ത് കളർ എൻഹാൻസ് ചെയ്യുക ചെയ്യുന്നത്. നാച്ചുറലി വരുന്നത് നാച്ചുറലല്ല, നാച്ചുറലായിട്ട് നമുക്ക് നമ്മൾ മൈൻ ചെയ്തെടുക്കുന്ന രത്നം, അതായത് ഒരു രത്നദളം മൈൻ ചെയ്തെടുക്കുമ്പോൾ അതിന് കളർ കുറവാണെങ്കിൽ കളർ എൻഹാൻസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഈ എൻഹാൻസ് ചെയ്ത ഈ യെല്ലോ സഫയർ നമ്മൾ ഉപയോഗിക്കുന്നതിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. നമ്മൾ ഈ ഒരു അസ്ട്രോളജിക്കലി അല്ലെങ്കിൽ നമ്മുടെ ഒരു ബർത്ത് സ്റ്റോൺ ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ ട്രീറ്റ് ചെയ്യാത്ത യെല്ലോ സഫയർ ഒന്നുമില്ലെങ്കിൽ നല്ല കറക്റ്റായിട്ടുള്ള മഞ്ഞ പുഷ്യരാഗലോ പെയിൽ എലോയിഷ് എന്നാണ് പറയുന്നത്, അത് ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ അതിന് പകരമുള്ള ഉപരത്നമുണ്ട്, വേറെ സിട്രിനുണ്ട്, അങ്ങനെയുള്ള രത്നങ്ങളിലേക്കും പോവാം. അതെ, എന്തായാലും നമ്മൾ അതിന് പൈസ മുടക്കുന്നുണ്ടെങ്കിൽ ഇപ്പം യെല്ലോ സഫയർ മഞ്ഞ പുഷ്യരാഗ് എന്ന് പറയുന്ന യെല്ലോ സഫയർ എന്ന് പറയുന്ന പെയിൽ എലോയിഷ്, അതിന് ആ രത്നങ്ങൾക്ക് പൊതുവെ കമ്പാരിറ്റീവ്ലി വില കൂടുതലാണ്. കാരണം വെച്ചാൽ അത് ശ്രീലങ്കയിൽ ഇപ്പം സുനാമിയൊക്കെ വന്നപ്പോഴത്തേക്കും കുറേ മൈനുകളൊക്കെ പോയി. അത് കഴിഞ്ഞപ്പോൾ വളരെ കുറച്ചാണ് കിട്ടുന്നത്.